തന്നെ പോകാം. തന്നെയുമല്ല, ഇവിടെ ജീവിക്കുന്ന ഈ സെഡോണ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ അമേരിക്കൻ കോടീശ്വരന്മാരുടെ ഉല്ലാസ കേന്ദ്രമാണ്. അല്ലാതെ സാധാരണക്കാർ പോകുന്നൊരു സ്ഥലമല്ല. അവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. അവർക്ക് വേണ്ട ഷോപ്പിംഗ് ഫെസിലിറ്റികൾ, അവർക്ക് വേണ്ട അമ്യൂസ്മെൻറ്റ് ഫെസിലിറ്റികൾ, അവർക്ക് വേണ്ട കാസിനോകൾ, അവർക്ക് വേണ്ട സാഹസിക വിനോദങ്ങൾ, ഇതൊക്കെയാണ്. അപ്പോൾ അതിസാധാരണക്കാർ അധികം അവിടെ വരാറില്ല. അവിടെ വലിയ വലിയ സമ്പന്നരുടെ വീടുകൾ, ഹോളിവുഡ് താരങ്ങളൊക്കെയാണ് അവിടെ വീടുകൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ ആളുകളൊക്കെ. അവിടെ ഒരു മലയാളി വീട് വെച്ചിരിക്കുന്നു. അയാളുടെ വീട്ടിലേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിക്കുകയാണ്. അങ്ങോട്ട് തന്നെ പോയേക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി. പക്ഷേ ഇനി ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് ശരിക്കും വരേണ്ട കാര്യമില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇന്നലെ പോയ പോലെ വൈകുന്നേരം യാത്ര ചെയ്ത് ഇന്ന് രാത്രി നമുക്ക് ലാസ് വേഗാസിലാണ് പോയി കിടന്നുറങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ഇനി ചെക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വണ്ടിയുടെ ഡിക്കി കൊണ്ടുവന്ന് വെച്ചു. റിസപ്ഷനിൽ ചെന്നു. റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു, കീയൊക്കെ കൊടുത്തു. അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ഇറങ്ങി. സോമൻ അയച്ചു തന്ന ആ ഒരു റൂട്ടിലൂടെ ലൊക്കേഷൻ തന്നിരുന്നു. അതിലൂടെ ഞങ്ങൾ ചെല്ലുന്നു. അപ്പോൾ ഇവിടെ മനോഹരമായൊരു സിറ്റിയാണ്, മനോഹരമായ ഒരു ടൗണാണ്.